Hi all, good evening and welcome back to PsyQuesta. അപ്പോ 19ാമത്തെ എക്സാം ഒക്കെ പോവാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഒട്ടും പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നൊന്നും അറിയാതിരിക്കുന്നവർക്ക് ധൈര്യമായിട്ട് PsyQuestയിലേക്ക് വരാം. കംപ്ലീറ്റ്ലി പ്രീ റെക്കോർഡഡ് ക്ലാസ്സസ് നമ്മൾ ഓൾറെഡി അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ബാക്കി ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആയിട്ട് തോന്നുന്നതും അല്ലാതെ എന്താ പറയാ, നിങ്ങൾക്കിപ്പം സുഖമാണ്, കാരണം ലൈവ് റെക്കോർഡിങ്സ് നമ്മൾ ഓൾറെഡി തന്നെ അവൈലബിൾ ആക്കും, പ്ലസ് ലൈവ് റിവിഷനും ഉണ്ടായിരിക്കും. അപ്പോ 4ാമത്തെ യൂണിറ്റ് കുറച്ചൊരു ഇമ്പോർട്ടന്റ് യൂണിറ്റ് ആണ്, അത് ലൈവ് എടുക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു യൂണിറ്റ് കൂടിയായിരുന്നു. സോ എക്സാം മാറ്റിവെക്കോ എന്നുള്ളത് അറിയില്ല, മാറ്റിവെക്കാനുള്ള ഒരു സാഹചര്യം ഒന്നും കാണുന്നില്ല. ഫെബ്രുവരി ആണ് നമ്മുടെ ഒരു സമയം, അറിയില്ല മാറ്റിവെക്കോ. യുജിക്കാർക്ക് മാറ്റിയോ? എപ്പോഴേക്കാ മാറ്റിയത്? ഏപ്രിലേക്ക് അല്ലേ? നിങ്ങളത് മാറ്റോ എന്നുള്ളത് അറിയില്ല, നോക്കാം. നമുക്ക് എന്തായാലും മാറ്റോ മാറ്റാത്തോ നോക്കണം, നമുക്ക് പഠിച്ചു തുടങ്ങാം കേട്ടോ. കാരണം ഇനി അഥവാ മാറ്റിയില്ലെങ്കിൽ പെട്ടുപോകും. സോ സ്റ്റാർട്ട്. ഓക്കെ, അപ്പൊ നമ്മള് 4ാമത്തെ ചാപ്റ്റർ ഒത്തിരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ കൂടിയാണ് കേട്ടോ. ഡിസൈൻസ്, അനാലിസിസ് ആൻഡ് റിപ്പോർട്ട് റൈറ്റിംഗ് ആണ്. അപ്പോ നന്നായിട്ട് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ കൂടിയാണ്. ഒരു 2 ക്ലാസ് ഞാൻ ഫ്രീ ക്ലാസ് ആയിട്ട് തരാനാണ് വിചാരിക്കുന്നത്, ബാക്കി റെഗുലർ ക്ലാസ് ആയിട്ടാണ് ഉണ്ടാകുന്നത്. ഇന്നത്തെ ഒരു ക്ലാസ്സും റിസർച്ചിന് ഓൾറെഡി എടുത്ത ഒരു ക്ലാസ്സും ഞാൻ ഫ്രീ ആയിട്ട് അവൈലബിൾ ആക്കുന്നതാണ്. റെഗുലർ ക്ലാസ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഡിസൈൻ, അനാലിസിസ് ആൻഡ് റിപ്പോർട്ട് റൈറ്റിംഗ് 3 കാര്യങ്ങളാണ് ഇതിൽ സ്റ്റാർട്ട് വരുന്നുണ്ട്. റിസർച്ച് ഡിസൈൻ വരുന്നുണ്ട്, എങ്ങനെയാണ് ഒരു റിസർച്ചിന്റെ റിപ്പോർട്ട് എഴുതുക. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഡിഗ്രിയുടെ 3rd സെമസ്റ്ററിൽ ടെസ്റ്റിംഗ് ആൻഡ് മെഷർമെന്റ് പഠിച്ചതിൽ കുറച്ച് ഇൻവോൾവ് ആണ്, പക്ഷെ കുറച്ചുകൂടി ആഴത്തിലാണ് ഈ ഒരു ഭാഗം വരുന്നത്. ഓക്കെ, ഫസ്റ്റ് ടോപ്പിക് റിസർച്ച് ഡിസൈൻ എന്താണെന്നാണ്. റിസർച്ച് ഡിസൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കംപ്ലീറ്റ് ബ്ലൂ പ്രിന്റ്. ഒരു റിസർച്ച് എങ്ങനെയാണ് ചെയ്യുക, അതിനെങ്ങനെയാണ് സാമ്പിൾസ്, ആരൊക്കെയാണ് സാമ്പിൾസ്, ഏത് സാമ്പിൾ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്, ഏത് സ്കെയിലാണ് യൂസ് ചെയ്യുന്നത്, ഏത് അനാലിസിസ് ആണ് യൂസ് ചെയ്യുന്നത്, ഇങ്ങനെ ആ ഒരു റിസർച്ചിന്റെ കംപ്ലീറ്റ് ബ്ലൂ പ്രിന്റ് എന്ന് വിളിക്കാം നമ്മുടെ റിസർച്ച് ഡിസൈനെ. The research design is a detailed plan of investigation. In fact, it is the blueprint of the detailed procedure of testing and the hypothesis and analyzing the obtained data. അതായത് ഒരു പ്രോജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ പ്രോബ്ലം കണ്ടെത്തും, അതിനുശേഷം നമ്മൾ ഹൈപ്പോത്തസിസ് ക്രിയേറ്റ് ചെയ്യും. അതായത് ഒരു ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും നമ്മൾ കണ്ടെത്തി വയ്ക്കും. ശരിക്കും ഒരു റിസർച്ച് എന്താണ്? ഈ ഹൈപ്പോത്തസിസ് അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്നുള്ള ടെസ്റ്റിംഗ് ആണ് ശരിക്കും ഒരു റിസർച്ച്. സോ ആ റിസർച്ചിന്റെ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ചെയ്യുന്നതിന്റെ കംപ്ലീറ്റ് ബ്ലൂ പ്രിന്റ്, അതായത് A to Z കാര്യങ്ങൾ അറിയിക്കുന്നതിനെയാണ് നമ്മൾ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു റിസർച്ച് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എന്താ, ഒരു പ്രോബ്ലം, അതിന്റെ ഹൈപ്പോത്തസിസ്. എന്താണ് റിസർച്ച്? ഒരു ഹൈപ്പോത്തസിസ് അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ നമ്മൾ എംപിരിക്കലി ടെസ്റ്റ് ചെയ്യാം. സോ ആ ഡീറ്റെയിൽഡ് പ്രൊസീജിയേഴ്സിന്റെ ബ്ലൂ പ്രിന്റിനെയാണ് നമ്മൾ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. The research design may be defined as the sequence of those steps taken ahead of time to ensure that the relevant data will be collected in a way that permits objective analysis of the different hypotheses formulated with respect to research problem. കണ്ടോ, റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞതിന് ഡെഫിനിഷൻ ആട്ടോ പറയുന്നത്. എന്താണ്? സീക്വൻസ് ഓഫ് സ്റ്റെപ്സ്, കൃത്യ സ്റ്റെപ്സ് ഉണ്ടാവും, ടേക്കൻ അഹെഡ് ഓഫ് ടൈം ടു എൻഷുർ ദാറ്റ് റെലവന്റ് ഡാറ്റ, നമ്മൾ കളക്ട് ചെയ്ത റെലവന്റ് ഡാറ്റ നമ്മൾ ഒബ്ജക്റ്റീവ് അനാലിസിസിലൂടെ നമ്മുടെ ഹൈപ്പോത്തസിസിനെ, റിസർച്ച് പ്രോബ്ലത്തിന്റെ ഭാഗമായിട്ടുള്ള ഹൈപ്പോത്തസിസിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യാം. അതായത് സീക്വൻസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ടൈം എടുത്ത് ടൈമിനനുസരിച്ച് നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ ഒബ്ജക്റ്റീവായിട്ട് അനലൈസ് ചെയ്ത് ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്ത, അതായത് റിസർച്ച് പ്രോബ്ലത്തിനനുസരിച്ച് ഫോർമുലേറ്റ് ചെയ്ത ഹൈപ്പോത്തസിസിനെ ടെസ്റ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ റിസർച്ച്. അല്ലാതെ നമ്മുടെ ഡാറ്റ കളക്ഷൻ ആയിരിക്കും, സ്കെയിൽസ് ഉണ്ടാവും, അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സ്കെയിൽസ് തീരുമാനിക്കും, സാമ്പിൾസ് ആരാൻ തീരുമാനിക്കും, ഡാറ്റ കളക്ട് ചെയ്യും, ആ ഡാറ്റ അനാലിസിസിന് വിടും, ഇങ്ങനെയാണ് പോവുക. അപ്പൊ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് ഒരു റിസർച്ചിന്റെ എന്താണ്, കംപ്ലീറ്റ് ബ്ലൂ പ്രിന്റ് എന്ന് പറയാം. ഓക്കെ ആണോ?
ഓക്കെ ആണോ? പറഞ്ഞേ റിസർച്ച് ഡിസൈൻ എന്താണ്? ഇനി ഒരു റിസർച്ച് ഡിസൈനിന്റെ പേർപ്പസ് എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. അതായത് മെയിൻ ആയിട്ട് ചെലവ് കുറച്ച് ചെയ്യാൻ ഒരു പ്ലാനിങ് ആണല്ലോ. ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത് പ്ലാനിങ് ആണല്ലോ. ചെലവ് കുറയ്ക്കാം, അതുപോലെ ഒബ്ജക്റ്റീവ് ആയിട്ട് ചെയ്യാം. ഇങ്ങനെ കുറച്ച് പേർപ്പസുകൾ ഉണ്ട് ഒരു റിസർച്ച് ഡിസൈൻ. നോക്കാം നമുക്ക്. പേർപ്പസ് ഓഫ് റിസർച്ച് ഡിസൈൻ. The purpose of any research design is to provide a maximum amount of information related to the problem under investigation at a minimum cost. കേട്ടോ, റിസർച്ച് ഡിസൈനിന്റെ പേർപ്പസ് എന്താണ്? മാക്സിമം എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. നമ്മൾ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പ്രോബ്ലത്തിനനുസരിച്ച് മാക്സിമം എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക, എന്നിട്ട് അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. മിനിമം കോസ്റ്റ്, അതായത് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വിചാരിച്ച പ്രോബ്ലത്തിന് മാക്സിമം ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക, ചെലവ് കുറച്ചിട്ട്. To gain familiarity with the phenomena or to achieve a new insight to it. അതുപോലെ ഒരു ഫിനോമിനെ പറ്റി ഫെമിലിയർ ആവുക, അതിനെ പറ്റി കൂടുതൽ ഇൻസൈറ്റ് ഉണ്ടാക്കുക. നമ്മളൊരു കാര്യം പഠിക്കുകയാണല്ലോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഓൺലൈൻ വിദ്യാഭ്യാസം കാരണം മാനസിക സമ്മർദ്ദവും ലോൺലിനെസ്സും ഫീൽ ചെയ്യുന്നുണ്ടോ കുട്ടികളിൽ എന്നൊരു റിസർച്ചാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ന്യൂ ഫിനോമിന അല്ലെങ്കിൽ ന്യൂ ഇൻസൈറ്റ്, ഓൺലൈൻ വിദ്യാഭ്യാസം എന്നുള്ളതിന് ന്യൂ ഇൻസൈറ്റ് നമുക്ക് കിട്ടും. നല്ലൊരു ഡിസൈനിൽ പഠിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടും. To portray accurately the characteristics of a particular individual situation or group. ഒരു നല്ല റിസർച്ച് ഡിസൈൻ ഉണ്ടെങ്കിൽ നമ്മൾ പഠിക്കുന്ന കാര്യത്തിനെ പറ്റി, അതൊരാളായിക്കോട്ടെ ഒരു സിറ്റുവേഷൻ ആയിക്കോട്ടെ, എല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട്. To determine the frequency with which something occurs or with which is associated with something else. അതായത് എത്ര ഫ്രീക്വൻസിയിലാണ് ഒക്കറുണ്ട്, എത്ര തീവ്രതയുണ്ട്, അല്ലെങ്കിൽ എത്ര അസോസിയേഷൻ ഉണ്ട് എന്നൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാം നല്ലൊരു റിസർച്ച് ഡിസൈൻ. അതായത് വ്യക്തമായിട്ട് റിസർച്ച് ഡിസൈനിലൂടെ നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ ഒന്ന് നമുക്ക് എന്താക്കാൻ പറ്റും, ഒരു മാക്സിമം എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഇൻഫർമേഷൻ, അതായത് നമ്മൾ പഠിക്കുന്ന ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന പ്രോബ്ലത്തിനെ പറ്റി മാക്സിമം ഇൻഫർമേഷൻ നമുക്ക് കളക്ട് ചെയ്യാം, ചെലവ് കുറവില്ല. രണ്ടാമത്തത് ഒരു ഫിനോമിനെ പറ്റി ഫെമിലിയർ ആവുകയോ ഒരു ന്യൂ ഇൻസൈറ്റ് കിട്ടുകയൊക്കെ ചെയ്യും. മൂന്നാമത് ഒരു ഇൻഡിവിജ്വലിനെ പറ്റിയിട്ടോ ഒരു സിറ്റുവേഷനെ പറ്റിയിട്ടോ ഒരു ഗ്രൂപ്പിനെ പറ്റിയിട്ടൊക്കെ ആക്യുറേറ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് മനസ്സിലാക്കാം. നാലാമതായിട്ട് ഇപ്പൊ ഫ്രീക്വൻസി, എത്ര കൂടുമ്പോഴാണ് ലോൺലിനെസ് വരുന്നത്, ഒരു ദിവസം 4 മണിക്കൂർ ഓൺലൈൻ വിദ്യാഭ്യാസം ഉണ്ടാകുമ്പോഴാണ് ഫ്രീക്വൻസി. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണ്. ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് ഒരു റിസർച്ച് ഡിസൈൻ വെച്ചിട്ടുള്ള റിസർച്ച് ചെയ്യുമ്പോൾ ഇതൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. ഇനി റിസർച്ച് ഡിസൈൻ സെർവ് 2 ഫങ്ഷൻസ്. ഒരു റിസർച്ച് ഡിസൈന് 2 ഫങ്ഷൻ ആണ് ഉള്ളത്. It answers the research question as objectively, validly, and economically as it is possible. ആയിട്ട് ആധികാരികമായിട്ട് വാലിഡ്ലി, അതുപോലെ കാശിൽ ലാഭത്തിൽ ഒക്കെ ചെയ്യും. അതാണ് റിസർച്ച് ഡിസൈനിന്റെ ഒരു ഫങ്ഷൻ. രണ്ടാമത്തതോ റിസർച്ച് ഡിസൈൻ ഓൾസോ ആക്ട് ആസ് എ കൺട്രോൾ മെക്കാനിസം. ഇപ്പൊ നല്ലൊരു ഡിസൈൻ ഉണ്ടെങ്കിൽ ഒത്തിരി പൈസ ചെലവാവാതെ ഒത്തിരി എന്താ പറയാ അൺകൺട്രോൾ അല്ലാതെ ഒരു പ്ലാനിങ് ഉണ്ടാവുമ്പോൾ എല്ലാം വൃത്തിക്ക് നടക്കല്ലോ. അപ്പൊ റിസർച്ച് ഡിസൈൻ എന്തായിരുന്നുണ്ട് ഒരു കൺട്രോൾ മെക്കാനിസം ആയിട്ട്. ഇറ്റ് എനേബിൾസ് റിസർച്ച് ടു കൺട്രോൾ അൺവാണ്ടഡ് വേരിയൻസസ്. അതായത് പിന്നെ എക്സ്ട്രീനിയസ് വേരിയബിളിനെ കൺട്രോൾ ചെയ്യാനുള്ള മാർഗങ്ങള്, അൺവാണ്ടഡ് ആയിട്ട് എന്താ പറയാ പൈസ ചെലവാവാതെ, അങ്ങനെ മൊത്തം ഒരു കൺട്രോളും കൊണ്ടുവരുന്നുണ്ട്. മെയിൻ കൺട്രോൾ എന്താ അറിയോ, എക്സ്ട്രീനിയസ് വേരിയബിളിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം. എന്താണ് എക്സ്ട്രീനിയസ് വേരിയബിൾ? ഒരു സ്റ്റഡിയില് ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ പോലെ ഡിപെൻഡന്റ് വേരിയബിളിനെ ബാധിച്ചേക്കാവുന്ന എന്നാൽ നമുക്ക് റിസർച്ചിന് ആവശ്യമില്ലാത്ത വേരിയബിളിനെയാണ് നമ്മൾ എക്സ്ട്രീനിയസ് വേരിയബിൾ എന്ന് വിളിക്കുക. ഫോർ എക്സാമ്പിൾ, ഓൺലൈൻ വിദ്യാഭ്യാസം കാരണം പിന്നെ മെന്റൽ സ്ട്രെസ്സും ലോൺലിനെസ്സും കൂടുന്നുണ്ടോ അഡോളസൻസിൽ? ഇതാണ് നമ്മുടെ റിസർച്ച്. ഇവിടെ ഓൺലൈൻ വിദ്യാഭ്യാസമാണ് നമ്മുടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ.
എന്തും ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആക്കാം. ഈ ഇൻഡിപെൻഡന്റ് വേരിയബിളിനനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്യുന്ന വേരിയബിളിനെയാണ് നമ്മൾ ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് വിളിക്കുന്നത്, അല്ലേ? അപ്പൊ എന്താണ് എക്സ്ട്രീനിയസ്? ഇൻഡിപെൻഡന്റിനെ പോലെ ഡിപെൻഡന്റിനെ ബാധിച്ചേക്കാവുന്ന എന്നാൽ നമുക്ക് വേണ്ടാത്ത വേരിയബിളിനെയാണ് നമ്മൾ എക്സ്ട്രീനിയസ് വേരിയബിൾ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ സോഷ്യൽ മീഡിയ, ഓൺലൈൻ പോലെ തന്നെയുള്ള സാധനമാണ് സോഷ്യൽ മീഡിയ. ഇൻഡിപെൻഡന്റിനെ പോലെ ഈ സ്ട്രെസ്സും ലോൺലിനെസ് ഒക്കെ സോഷ്യൽ മീഡിയ കാരണവും വരാം, ഡിപെൻഡന്റിനെ ബാധിച്ചേക്കാം. പക്ഷെ നമുക്ക് അത് ആവശ്യമില്ല, നമ്മൾ അതിനെ കൺട്രോൾ ചെയ്ത് നിർത്തണം. അത്തരത്തിലുള്ള വേരിയബിളിനെയാണ് നമ്മൾ എന്ത് പറയാ? എക്സ്ട്രീനിയസ് വേരിയബിൾ. എന്റെ കൂടെ പറഞ്ഞു നോക്കിക്കേ, ഇൻഡിപെൻഡന്റിനെ പോലെ ഡിപെൻഡന്റിനെ ബാധിച്ചേക്കാവുന്ന എന്നാൽ നമുക്ക് സ്റ്റഡിക്ക് ആവശ്യമില്ലാത്ത വേരിയബിൾ ആണ് എന്ത്? എക്സ്ട്രീനിയസ് വേരിയബിൾ അല്ലെങ്കിൽ അൺവാണ്ടഡ് വേരിയബിൾ. അപ്പൊ ഈ അൺവാണ്ടഡ് വേരിയബിളിനൊക്കെ കൺട്രോൾ ചെയ്യാൻ നന്നായിട്ട് പറ്റും നല്ലൊരു റിസർച്ച് ഡിസൈൻ ഉണ്ടെങ്കിൽ. അപ്പൊ എന്തൊക്കെയാണ് റിസർച്ച് ഡിസൈനിന്റെ രണ്ട് ഫങ്ഷൻസ്? ഒന്ന് ഒബ്ജക്റ്റീവ്ലി, വാലിഡ്ലി, എക്കണോമിക്കലി ചെയ്യാൻ പറ്റും. രണ്ടാമത്തത് ഒരു കൺട്രോൾ മെക്കാനിസം, അൺവാണ്ടഡ് ആയിട്ടുള്ള വേരിയൻസിനെയൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നുണ്ട് നമ്മുടെ എക്സ്ട്രീം നല്ല റിസർച്ച് ഡിസൈൻ. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. എക്സ്ട്രീനിയസ് വേരിയബിൾ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായോ? പറഞ്ഞേ. വെരി ഗുഡ്. There are some criteria of research design. എന്തൊക്കെയാണ്? These criteria have proved very useful in guiding the research in the correct direction. ഇത്തരം ക്രൈറ്റീരിയയിലുള്ള റിസർച്ച് ഡിസൈൻ ആണെങ്കിൽ ആ റിസർച്ച് കറക്റ്റ് ഡയറക്ഷനിൽ പോകും. ഒന്ന് എന്താണ് ക്രൈറ്റീരിയ? ഒരു റിസർച്ച് ഡിസൈൻ അത് നമ്മൾ എടുക്കുന്ന ക്വസ്റ്റ്യൻ വൃത്തിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ആയിരിക്കണം. ഓക്കെ, ഫസ്റ്റ് ക്രൈറ്റീരിയ ആണ് കേപ്പബിലിറ്റി ടു ആൻസർ റിസർച്ച് ക്വസ്റ്റ്യൻ അഡിക്വറ്റ്ലി. നമ്മൾ എടുക്കുന്ന റിസർച്ച് ക്വസ്റ്റ്യൻ വൃത്തിക്ക് ആൻസർ ചെയ്യാൻ കഴിവുണ്ടായിരിക്കണം നമ്മുടെ ഡിസൈന്. എ ഗുഡ് റിസർച്ച് ഡിസൈൻ is the design that answer research question adequately. കണ്ടോ, റിസർച്ച് ക്വസ്റ്റ്യൻ അഡിക്വേറ്റ് ആയിട്ട് ആൻസർ ചെയ്യാനുള്ള കഴിവ് ആർക്ക് ഉണ്ടാവും? ഒരു ഗുഡ് റിസർച്ച് ഡിസൈൻ ഉണ്ടാവും. പിന്നെ രണ്ടാമത്തെ കൺട്രോൾ ഓഫ് വേരിയബിൾസ്. കണ്ടില്ലേ, a good research design is that it should control the effects of extraneous variable which are more or less similar to independent variable. Independent variable നെ പോലെ that have capacity to influence dependent variable. Dependent നെ ബാധിച്ചേക്കാവുന്ന a design which failed to control the effect of extraneous variable is considered a weak and one the researcher should avoid such design. എക്സ്ട്രീനിയസ് വേരിയബിളിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത റിസർച്ച് ഡിസൈൻ വീക്കാണ്, അത് അവോയ്ഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇനി ജനറലൈസബിലിറ്റി, അതായത് നമ്മൾ എപ്പോഴും എന്താ ചെയ്യല്? ജനറലൈസബിലിറ്റി is the external validity of the research. It refers to the extent to which the result of the experiment or research obtained can be generalized to subject, group or condition not included in a sample of research. അല്ലെ, നമ്മൾ എപ്പോഴും റിസർച്ച് ചെയ്യൽ എങ്ങനെയാണ്? സാമ്പിൾസിനെ എടുത്തിട്ടാണ്. അപ്പൊ അഡോളസൻസ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മൊത്തം അഡോളസൻസിനെ നമുക്ക് എടുത്ത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മള് 14 ജില്ലകളിൽ റെപ്രസെന്റ് ചെയ്ത് 1400 പേരെ എടുക്കും. എന്നിട്ട് അവരിൽ പഠിച്ചിട്ട് നമ്മൾ എന്താ ജനറലൈസ് ചെയ്യും മൊത്തം കേരളത്തിലെ പിള്ളേർക്ക്. അതായത് നമ്മളൊരു സാമ്പിളിനെ പഠിച്ചിട്ട് ആ സാമ്പിളിന്റെ പോപ്പുലേഷന് മൊത്തം ജനറലൈസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി നമ്മുടെ റിസർച്ച് ഡിസൈനിന് വേണം. അപ്പൊ എന്താണ്? റിസർച്ചിന്റെ ക്വസ്റ്റ്യൻ അഡിക്വേറ്റ്ലി ആൻസർ ചെയ്യാൻ പറ്റണം, എക്സ്ട്രീനിയസ് വേരിയബിളിനെ കൺട്രോൾ ചെയ്യാൻ പറ്റണം, ജനറലൈസ് നമ്മുടെ റിസർച്ച് റിസൾട്ട് ജനറലൈസ് ചെയ്യാനും പറ്റണം. ഈ 3 ക്രൈറ്റീരിയ റിസർച്ച് ഡിസൈനിന് വേണം. ഒരു ഗുഡ് റിസർച്ച് ഡിസൈൻ ഈ 3 ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ ആണോ? ക്രൈറ്റീരിയ. ഇനി എക്സ്പെരിമെന്റൽ ഡിസൈൻ ആണ്. ഫസ്റ്റ് റിസർച്ച് ഡിസൈൻ എക്സ്പെരിമെന്റൽ ഡിസൈൻ. ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് എക്സ്പെരിമെന്റ് റിസർച്ച് ഡിസൈനിൽ വരുന്ന കേട്ടോ എക്സ്പെരിമെന്റൽ ഡിസൈൻ. The base of all experimental investigation is the experimental design, which is one of the type of research design. എക്സ്പെരിമെന്റൽ ഡിസൈൻ എന്ന് പറയുന്നത് ഒരു റിസർച്ച് ഡിസൈനിന്റെ ടൈപ്പ് ആണ്. എല്ലാ എക്സ്പെരിമെന്റൽ ഇൻവെസ്റ്റിഗേഷന്റെ ബേസ് ഈ എക്സ്പെരിമെന്റൽ ഡിസൈൻ ആണ്.
An experimental may be defined as simply as a sequence of steps which permit the objective analysis of objective data in a way that definite cause-effect relationship be inferred between the independent variable and dependent variable. ഒരു എക്സ്പെരിമെന്റൽ ഡിസൈൻ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിളും തമ്മിലുള്ള ബന്ധം വളരെ ഒബ്ജക്റ്റീവായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പഠിച്ച് അനലൈസ് ചെയ്യുക. കാര്യകാരണം, അതായത് എന്തുകൊണ്ട് ഓൺലൈൻ വിദ്യാഭ്യാസം കാരണം മാനസിക സമ്മർദ്ദവും അതുപോലെ ഡിപ്രഷൻ അല്ലെങ്കിൽ ലോൺലിനെസ് ഒക്കെ വരുന്നുണ്ടെന്ന് നമ്മൾ വളരെ സീക്വൻസ് ഓഫ് സ്റ്റെപ്പിൽ പഠിക്കുകയാണ്, ഒബ്ജക്റ്റീവ്ലി അനലൈസ് ചെയ്യാണ്, എന്നിട്ട് അതിന്റെ കാര്യകാരണം കണ്ടെത്തുകയാണ്. ഇതിനെയാണ് എക്സ്പെരിമെന്റൽ ഡിസൈൻ അല്ലെങ്കിൽ എക്സ്പെരിമെന്റൽ എന്ന് പറയുന്നത്. ഇവിടെ എന്തൊക്കെയാ ഉണ്ടാവുക? ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളും ഒന്നോ രണ്ടോ ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിളും ആണ് ഉണ്ടാവുക. നോക്കാം നമുക്ക്. ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്താണ്? ഇൻഡിപെൻഡന്റ് വേരിയബിൾ IV എന്നാണ് പറയാ. Is the variable whose effect is being studied the variable that the experimenter manipulate. നമ്മൾ പഠിക്കുന്നതോ മാനിപ്പുലേറ്റ് ചെയ്യുന്നതോ ആയിട്ടുള്ള എന്തെങ്കിലും എന്താക്കും? വീട്ടിൽ ആരെങ്കിലും കൊടുക്കുന്ന ഓൺലൈൻ വിദ്യാഭ്യാസം എടുത്ത് നമ്മൾ പഠിക്കും, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഓൺലൈൻ വിദ്യാഭ്യാസം മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അതുവഴി പഠിക്കും. ഓൺലൈൻ വിദ്യാഭ്യാസം കാരണം ലോൺലിനെസ്സും സ്ട്രെസ്സും ഉണ്ടോന്ന്. അപ്പൊ എക്സ്പെരിമെന്റർ ഒന്നുകിൽ സ്റ്റഡി ചെയ്യാൻ എടുക്കുന്ന സബ്ജക്ട് അല്ലെങ്കിൽ വിഷയം, അല്ലെങ്കിൽ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആ ഒരു കാര്യത്തിനെയാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പൊ ഡിപെൻഡന്റ് എന്താ? ഈ ഇൻഡിപെൻഡന്റ് അനുസരിച്ച് വ്യതിയാനം വരുന്ന, കൂടുകയോ കുറയുകയോ ചെയ്യുന്ന വേരിയബിൾ ആണ് ഡിപെൻഡന്റ് വേരിയബിൾ. ഇതൊക്കെ എഴുതുമ്പോൾ നമുക്ക് എക്സാമ്പിൾ എടുത്ത് വെക്കാം കേട്ടോ. ഇതൊക്കെ എഴുതുമ്പോൾ നമുക്ക് എക്സാമ്പിൾ എഴുതി വെക്കാം കേട്ടോ. എക്സാമ്പിൾ എഴുതി വെക്കാം. പിന്നെ ഇൻ എ സ്റ്റഡി ഓഫ് ഓൺലൈൻ സ്റ്റഡീസ് എഫക്ട് മെന്റൽ സ്ട്രെസ്, അങ്ങനെ മെന്റൽ സ്ട്രെസ് ആൻഡ് ലോൺലിനെസ് among adolescent children in Kerala. In this study, online studies is the independent variable, mental stress and loneliness is dependent variable. Subjects are like samples are adolescent students in Kerala. ഇങ്ങനെ ഒരു എക്സാമ്പിൾ ഒക്കെ എഴുതി വെക്കുമ്പോൾ ഒത്തിരി അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പൊ ഡിപെൻഡന്റ് വേരിയബിൾ എന്താണ്? The dependent variable DV is the response that is expected to vary with the difference in the independent variable. ഇൻഡിപെൻഡന്റ് വേരിയബിളിൽ എന്തെങ്കിലും മാറ്റം വരുമ്പോൾ അതിനനുസരിച്ച് വാരി ചെയ്യുന്ന വേരിയബിൾ ആണ് ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയും. ഓക്കെ ആണോ? ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിളും പറഞ്ഞേ ഓക്കെ ആണോ എന്ന് എല്ലാരും പറയണേ. കാര്യം നോക്കിക്കേ. A sound experimental design is based upon some principles. ഇനി പ്രിൻസിപ്പിൾസ് ആണ് എക്സ്പെരിമെന്റൽ ഡിസൈൻ്റെ, അതായത് റിസർച്ച് ഡിസൈൻ്റെ ഒരു ടൈപ്പ് ആണ് എക്സ്പെരിമെന്റൽ ഡിസൈൻ. ആ എക്സ്പെരിമെന്റൽ ഡിസൈൻ്റെ സം പ്രിൻസിപ്പിൾസ് ആണ് പറയുന്നത്. According to Osley and Mensing, there are 3 basic principles of an experimental design. ഒരു എക്സ്പെരിമെന്റൽ ഡിസൈന് 3 പ്രിൻസിപ്പിൾസ് ആണ് ഉള്ളത്. ഒന്ന് റെപ്ലിക്കേഷൻ, അതായത് ഇപ്പൊ നമ്മൾ ചെയ്യുന്ന സ്റ്റഡി റിപ്ലിക്കേറ്റ് ചെയ്യുക, അതായത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ എടുക്കുന്ന റിസർച്ച് ഡിസൈൻ വെച്ചിട്ട് ഇപ്പൊ സ്റ്റഡി നടത്താണ്. ഓൺലൈൻ വിദ്യാഭ്യാസം കാരണം ലോൺലിനെസ്സും അതുപോലെ തന്നെ മെന്റൽ സ്ട്രെസ്സും ഉണ്ടോ, അതിപ്പോ ചെയ്ത് കുറച്ച് ഇതേ സ്റ്റഡി വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം ഈ റിസർച്ച് ഡിസൈന്. നോക്കാം നമുക്ക്. അതിന്റെ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ മക്കളെ, യുജിക്കാരുടെ എക്സാം മാറ്റി വെച്ച് ഇന്നാണോ? Okay, the term replication is really a fusion of 2 words, namely duplication and repetition. Replication and duplicate here, repeat here. It refers to deliberate repetition of an experiment using a nearly identical procedure with a different set of subjects in different settings and a different time. നമ്മൾ ചെയ്യുന്ന സ്റ്റഡി, ഈ റിസർച്ച് ഡിസൈൻ ഉപയോഗിച്ച് ചെയ്യുന്ന സ്റ്റഡി വേറൊരു അവസരത്തിൽ വേറെ സാമ്പിൾസിനെ വച്ച് ഇതേപോലെ ചെയ്യാൻ വേണ്ടി പറ്റണം. ഐഡന്റിക്കൽ പ്രൊസീജിയർ, അതായത് ഇതേ പ്രൊസീജിയർ വെച്ച് വീണ്ടും ചെയ്യാൻ വേണ്ടി പറ്റണം. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യാൻ പാകത്തിലുള്ളതായിരിക്കണം. അതിനാണ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. Replication permits a person in revalidating a previous study or raises some question about the previous study. എന്തിനാണ് റെപ്ലിക്കേഷൻ? ഒന്നുകിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ടോ, ഒരു 10 കൊല്ലമായി റീവാലുവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ
കുറച്ച് പുതിയ ക്വസ്റ്റ്യൻസ് റേസ് ചെയ്യാൻ. ഇതിനൊക്കെയാണ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. നമ്മളൊരു സ്റ്റഡി വീണ്ടും റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. സോ റെപ്ലിക്കേഷൻ ഇസ് വെരി മസ്റ്റ്. ഒരു കാലങ്ങൾ കഴിഞ്ഞോളം നമ്മൾ സ്റ്റഡീസ് റെപ്ലിക്കേറ്റ് ചെയ്യേണ്ടി വരും. സോ നമ്മൾ എടുക്കുന്ന എക്സ്പെരിമെന്റൽ ഡിസൈനിന് replication ഉള്ള കഴിവുണ്ടായിരിക്കണം. Thus, replication provides a very accurate estimate of experimental error that can be used as a basic unit of measurement in evaluating significance of the observed differences. കണ്ടോ, റെപ്ലിക്കേഷൻ നമുക്ക് ഇത്രയും കാലത്തിന് ശേഷം എന്തെങ്കിലും മാറ്റമുണ്ടോ, എറർ ഉണ്ടോ എന്നൊക്കെ കണ്ടെത്താൻ വേണ്ടി സഹായിക്കും. സോ ഒരു എക്സ്പെരിമെന്റ് എപ്പോഴും റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റണം. സോ എക്സ്പെരിമെന്റൽ ഡിസൈനിന്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആണ് റെപ്ലിക്കേറ്റ്. ഒരു സ്റ്റഡി റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം. ഓക്കെ ആണോ? പറഞ്ഞേ. ഇനി റാൻഡമൈസേഷൻ ആണ് രണ്ടാമത്തെ പ്രൊസീജിയർ. ദിസ് involves using a procedure, example coin toss, table of random numbers that ensure that all participant has the same probability of being assigned to each of the condition. നമ്മളിപ്പോ കേരളത്തിലെ അഡോളസൻസിനെയാണ് എടുത്ത് പഠിക്കുന്നതെങ്കിൽ ഓരോ അഡോളസൻസും, കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഓരോ അഡോളസൻസും അതിൽ എന്താണ് പിന്നെ സെലക്ട് ചെയ്യപ്പെടാനുള്ള ചാൻസ് ഉണ്ടായിരിക്കണം. അതാണ് റാൻഡമൈസേഷൻ. നമ്മുടെ ഇഷ്ടത്തിന്, നമ്മുടെ ചോയ്സ്, നമ്മുടെ ജഡ്ജ്മെന്റിൽ ഒന്നും പിക്ക് ചെയ്യാൻ പാടില്ല. എല്ലാവരും, അതായത് നമ്മൾ എടുക്കുന്ന പോപ്പുലേഷനിലെ ആരും ആവാൻ എല്ലാവർക്കും ചാൻസ് ഉണ്ട് പാർട്ടിസിപ്പൻസ് ആവാൻ. അതിനെയാണ് റാൻഡമൈസേഷൻ എന്ന് പറയുന്നത്. Random assignment minimize the likelihood that the participant in one condition differ on average from those in another condition on extraneous variable, example intelligence, personality factor that might influence how they respond to the measurement of dependent variable. എല്ലാ വ്യക്തികളും ഡിഫറെന്റ് ആണ്. സോ റാൻഡം ആയിട്ട് പിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുക. അതായത് മിനിമൈസ് ചെയ്യും പാർട്ടിസിപ്പന്റ്. ഒരു കണ്ടീഷനിൽ മാത്രം കോഴിക്കോടുള്ളവരെ മാത്രം എടുത്തു കഴിഞ്ഞാൽ കാസർഗോഡിനെ കണ്ടിട്ട് കുട്ടികൾ നമുക്ക് കിട്ടില്ല. സോ റാൻഡം ആയിട്ട് പിക്ക് ചെയ്യുമ്പോഴാണ് ആ ഒരു ചാൻസസ് കൂടുന്നത്. ഇറർ ഇല്ലാതെ ഒരു എന്താ പറയാ മിനിമൈസ് ചെയ്യാണ് നമ്മളവിടെ. ഡിഫർ ആവറേജ് പോയില്ല. എല്ലാരും ഒരുപോലെ ചാൻസ് ഉണ്ടെങ്കിൽ എല്ലാരും പലരും പല രീതിയിൽ, അപ്പൊ ഒരു മാനദണ്ഡവും ഇല്ലാണ്ട് നമ്മൾ അതിന് ആൾക്കാരെ പിക്ക് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടും. അപ്പൊ റാൻഡമൈസേഷൻ ഉള്ള രീതിയിലായിരിക്കണം എന്ത് നമ്മുടെ റിസർച്ച് എക്സ്പെരിമെന്റൽ ഡിസൈൻ. ഓക്കെ ആണോ? റാൻഡമൈസേഷൻ ഓക്കെ ആണോ? ഇനി മൂന്നാമത്തെ പ്രിൻസിപ്പിൾ ആണ് എക്സ്പെരിമെന്റൽ ഡിസൈനിന്റെ. പറയാലോ റാനിയ. അതായത് റാൻഡമൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു സ്റ്റഡിക്ക് ഒരു പോപ്പുലേഷൻ എടുക്കുകയാണ്. അതിപ്പം കേരളത്തിലെ അഡോളസൻസ് അല്ലെങ്കിൽ പിന്നെ എന്താണ് കോഴിക്കോട് ജില്ലയിലെ ലോയേഴ്സ് അല്ലെങ്കിൽ കാസർഗോഡ് ജില്ലയിലെ ഡോക്ടേഴ്സ്, ഇങ്ങനെ ഒരു സാമ്പിൾസിനെ എടുക്കാമോ ആ പോപ്പുലേഷനിൽ എല്ലാവരും എന്താണ് സെലക്ട് ചെയ്യപ്പെടാൻ ഈക്വൽ, അത് ആരെയും സെലക്ട് ചെയ്യപ്പെടാം, എല്ലാവർക്കും ചാൻസ് ഉണ്ടായിരിക്കും. നമ്മൾ റാൻഡം ആയിട്ടായിരുന്നു ആൾക്കാരെ പിക്ക് ചെയ്യാണ്. ഒരു കൂട്ടരെ മാത്രം നോക്കുക അല്ലെങ്കിൽ ഒരു വിഭാഗം, അങ്ങനെ പാടില്ല. കാരണം അപ്പൊ ജഡ്ജ്മെന്റിലാവും. ഒരു പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ ആ പോപ്പുലേഷൻ ആര് വേണമെങ്കിലും നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റണം. അതായത് റാൻഡം ആയിട്ട് വേണം. ഇപ്പൊ കേരളത്തിലെ അഡോളസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസർഗോഡ് മുതൽ കണ്ണൂർ വരെയുള്ള ഏത് കുട്ടികൾക്കും ചാൻസ് ഉണ്ടായിരിക്കണം. അവിടെ നമ്മൾ റാൻഡം ആയിട്ടാണ് കുട്ടികളെ സെലക്ട് ചെയ്യുന്നത്. ഇതിനെയാണ് റാൻഡമൈസേഷൻ എന്ന്. ഓക്കെ ആണോ? ഇനി ലോക്കൽ കൺട്രോൾ ആണ് മൂന്നാമത്തെ പ്രിൻസിപ്പിൾ കേട്ടോ. By local control, we mean the amount of balancing, blocking and grouping of the subject or the experimental unit employed in the experimental design. കണ്ടോ, ലോക്കൽ കൺട്രോൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ബാലൻസ് ചെയ്യുക, വേണ്ടാത്തതിനെ ബ്ലോക്ക് ചെയ്യുക, സബ്ജക്ട്സിനെ ഗ്രൂപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ആ എന്താണ് ഇപ്പൊ ബാലൻസ് വെച്ചാല് 50 പെൺകുട്ടികൾ 50 ആൺകുട്ടികൾ, വേണ്ടാത്തവരെ ബ്ലോക്ക് ചെയ്യുക. അതുപോലെ തന്നെ എക്സ്പെരിമെന്റൽ യൂണിറ്റ്സിന്, ആ സബ്ജക്ട്സിനെ അല്ലെങ്കിൽ എക്സ്പെരിമെന്റൽ യൂണിറ്റ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്യുക. അതിനെയാണ് ലോക്കൽ കൺട്രോൾ. Thus, local control is in a way regarded as a part of the entire edifice of experimental design. These three terms, namely balancing, blocking and grouping.
കേട്ടോ. ഒരു എൻറ്റയർ ആയിട്ട് ഒരു എക്സ്പെരിമെന്റൽ ഡിസൈൻ ഒരു 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 മാനദണ്ഡം എന്ന് പറയാം. അതായത് ബാലൻസ് ചെയ്യുന്നുണ്ട്, ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. ബാലൻസ് ചെയ്യാം 50 പെൺകുട്ടികൾ 50 ആൺകുട്ടികൾ, പിന്നെ ഗ്രൂപ്പ് ചെയ്യാം പെൺകുട്ടികൾ ആൺകുട്ടികൾ. ഇവിടെ ട്രാൻസ്ജെൻഡേഴ്സോ ലെസ്ബിയൻസോ ഗേസിനോ നമ്മൾ എന്താക്കുന്നുണ്ട്, ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. A design to be statistically and experimentally sound must possess the property of local control. ഇനി ലോക്കൽ കൺട്രോള് നിർബന്ധമായിട്ട് വേണം ഒരു റിസർച്ച് ഡിസൈൻ. എന്താണ് ഗ്രൂപ്പിംഗ്? ഇറ്റ് റെഫേഴ്സ് ടു അസൈൻമെന്റ് ഓഫ് ഹോമോജീനിയസ് സബ്ജക്ട് ഓർ എക്സ്പെരിമെന്റൽ യൂണിറ്റ്സ് ഇൻ ടു എ ഗ്രൂപ്പ്. ഒരേപോലെയുള്ളവരെ ഒരു ഗ്രൂപ്പ് ആക്കാം. 10ാം ക്ലാസ്സുകാർ, പെൺകുട്ടികൾ, ആൺകുട്ടികൾ, +2 വിദ്യാർത്ഥികൾ, ഭിന്നശേഷിക്കാർ, ഒരേപോലെയുള്ളവരെ ഗ്രൂപ്പ് ആക്കുന്നതിനെയാണ് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്. So that different groups of homogeneous subject may be available for different experimental treatment. ഓരോരുത്തർക്കും പെൺകുട്ടികൾക്ക് പെൺകുട്ടികൾ അനുസരിച്ച്, ആൺകുട്ടികൾ, അങ്ങനെ ഓരോ ഗ്രൂപ്പിന് അതിൻ്റെതായിട്ടുള്ള പിന്നെ സ്റ്റഡി നമുക്ക് ചെയ്യാം. ഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരേപോലെയുള്ളവരെ ഗ്രൂപ്പ് ആക്കും. ഇനി ബ്ലോക്കിംഗോ? Blocking refers to the assignment of experimental units to different blocks in such a manner that assigned experimental unit within a block may be homogeneous. ഞാൻ നേരത്തെ പറഞ്ഞ ബ്ലോക്കിംഗിൽ ചെറിയ വ്യത്യാസമുണ്ട്. നമ്മള് മറ്റേതില് ബ്ലോക്കിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. ബ്ലോക്കിംഗ് എന്ന് പറഞ്ഞാൽ ബ്ലോക്കുകളാക്കാം. ഇപ്പൊ ഗ്രൂപ്പ് ചെയ്തു, എന്ത്, ബോയ്സ് ഗേൾസ്, ഇത് ഗ്രൂപ്പാണ്. ഇനി ബ്ലോക്കോ? 10 വയസ്സിന്റെ ബോയ്സ് ഒരു ബ്ലോക്ക്, 12ൻ്റെത് ഒരു ബ്ലോക്ക്, 14ൻ്റെത് ഒരു ബ്ലോക്ക്, ഇങ്ങനെ ആക്കുന്നതിനാണ് ബ്ലോക്ക്. അതായത് ഈ ഹോമോജീനിയസ് ഗ്രൂപ്പിനെ തന്നെ ബ്ലോക്കുകളായിട്ട് മാറ്റുന്നതിനെയാണ് ഒരു സബ് ഗ്രൂപ്പ് എന്നൊക്കെ പറയും. അതിനെയാണ് ബ്ലോക്ക് എന്ന് പറയുന്നത്. എക്സ്പെരിമെന്റ് യൂണിറ്റ് ടു ഡിഫറെന്റ് ബ്ലോക്സ്. അപ്പൊ അവരെന്തായി, വീണ്ടും ഒരു ഹോമോജീനിയസ് ആയിട്ട് മാറും. ഇനി ബാലൻസിംഗോ? ഇറ്റ് റെഫേഴ്സ് ടു ദ ഫാക്ട് ദാറ്റ് ഗ്രൂപ്പിംഗ്, ബ്ലോക്കിംഗ് ആൻഡ് അസൈൻമെന്റ് ഓഫ് എക്സ്പെരിമെന്റൽ യൂണിറ്റ് ടു ഡിഫറെന്റ് ട്രീറ്റ്മെന്റ് ഹാവ് ബീൻ ഡൺ ഇൻ സച്ച് എ വേ ദാറ്റ് ദ റിസൾട്ടിംഗ് ഡിസൈൻ അപ്പിയർ ടു ബി എ ബാലൻസ്ഡ് വൺ. അതായത് ഒരു ഗ്രൂപ്പിൽ വെറും 57 ആൾക്കാർ, ഒരു ഗ്രൂപ്പിൽ 15 ആൾക്കാർ, അങ്ങനെ പാടില്ല. ഒരു ബാലൻസിങ് വേണം. അതായത് ഈ ഗ്രൂപ്പിങ്ങും ബ്ലോക്കിങ്ങും ഒക്കെ ഒരു ബാലൻസിങ്. അതായത് ബോയ്സ് 10 വയസ്സ് താഴെ ഒരു 20 പേരാണെങ്കിൽ ഗേൾസ് 10 വയസ്സ് താഴെ ഒരു 20 അല്ലെങ്കിൽ 19 21 അങ്ങനെ വേണം. ചിലതിൽ നിർബന്ധമായിട്ട് ഒരേപോലെ വേണമെന്നും പറയുന്നു. അപ്പൊ ഹോമോജീനിയസ് ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിന്റെ ബ്ലോക്ക്, പിന്നെ 2 കൂട്ടറിലുള്ള ബാലൻസ്, ഇതാണ് ലോക്കൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പൊ ഒരു എക്സ്പെരിമെന്റൽ ഡിസൈന് വേണ്ട 3 പ്രിൻസിപ്പിൾസ് ആണ് പറഞ്ഞിരിക്കുന്നത്. റെപ്ലിക്കേഷൻ ചെയ്യാനുള്ള കഴിവ്, റാൻഡമൈസേഷൻ, ലോക്കൽ കൺട്രോൾ. ഓക്കെ ആണല്ലോ? പറഞ്ഞേ. ഇനി അടുത്തത് പറയുന്നത് എക്സ്പെരിമെന്റൽ ഡിസൈനിനെ പറ്റിയിട്ടാണ്. എക്സ്പെരിമെന്റ് വീണ്ടും എക്സ്പെരിമെന്റൽ ഡിസൈൻ ടൈപ്സും കാര്യങ്ങളൊക്കെയാണ് പറയാൻ വേണ്ടി പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ സ്മോൾ എന്നും ക്യാപിറ്റൽ എന്നൊക്കെ പറഞ്ഞ് കുറെ വരാൻ വേണ്ടി പോകുന്നുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുറച്ച് ഇന്ന് എടുക്കുന്നുള്ളൂ, ബാക്കി നാളെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. അപ്പം മാക്സിമം ലൈവ് തന്നെ കയറാൻ വേണ്ടി നോക്കുക. സോ ലൈവായിട്ട് ഡൗട്ട്സ് ഒക്കെ തീർക്കാട്ടോ. Experimental is the way to carefully experiment in advance so that your results are both objective and valid. ഒരു കാര്യം എക്സ്പെരിമെന്റലി ചെയ്യുമ്പോൾ നമ്മുടെ കൺട്രോളിൽ, നമ്മുടെ സെറ്റിംഗ്സിൽ വളരെ കൺട്രോൾഡ് ആയിട്ട് കെയർഫുള്ളി ചെയ്യുന്ന റിസർച്ചിനെയാണ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. The term experimental design and design of experiment are used interchangeably by the mean the same thing. ഈ ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റ്, എക്സ്പെരിമെന്റ് ഡിസൈൻ രണ്ടിന്റെയും ഒരേ അർത്ഥമാണ് കേട്ടോ വരുന്നത്. അതായത് നമ്മുടെ കൺട്രോൾ റിസർച്ച് ചെയ്യുന്ന ഡിസൈൻ, അതിനെയാണ് എക്സ്പെരിമെന്റൽ ഡിസൈൻ. അപ്പൊ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എക്സ്പെരിമെന്റൽ ഡിസൈൻ ആണ് പറയുന്നത്. ഡിസ്ക്രൈബ് ഹൗ പാർട്ടിസിപ്പന്റ് ആർ അലോക്കേറ്റഡ് ടു എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ്. അപ്പൊ എപ്പോഴും അറിയാലോ, ഒരു എക്സ്പെരിമെന്റിന് 2 ഗ്രൂപ്പ് ആളുകൾ ഉണ്ടാവും. എക്സ്പെരിമെന്റൽ ഗ്രൂപ്പും കൺട്രോൾ ഗ്രൂപ്പും. ഒരു എക്സ്പെരിമെന്റ് എപ്പോഴും 2 സബ്ജക്ട്സ് ഉണ്ടാവും, 2 ഗ്രൂപ്പ് ഓഫ് സബ്ജക്ട്. ട്രീറ്റ്മെന്റ് കിട്ടുന്നവരാണ് എക്സ്പെരിമെന്റ് ഗ്രൂപ്പ്, ഒന്നും കിട്ടാത്തവരാണ്. അതായത് ഇപ്പൊ 100 അല്ലെങ്കിൽ 1400 പേരെ നമ്മൾ എടുക്കുകയാണ് അഡോളസൻസ് ആയിട്ട് സ്റ്റഡിക്ക്. ഓൺലൈൻ വിദ്യാഭ്യാസം കാരണം മെന്റൽ സ്ട്രെസ്സും അതുപോലെ പിന്നെ ലോൺലിനെസ്സും ഉണ്ടോ? കേരളത്തിന്റെ 14 ജില്ലയിൽ അങ്ങോളം ഇങ്ങോളം
1400 പേരെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ 700 പേർക്ക് നമ്മൾ എന്താക്കും, നമ്മൾ തന്നെ ഓൺലൈൻ വിദ്യാഭ്യാസം കൊടുക്കും, നമ്മൾ തന്നെ അവരെ കൺട്രോൾ ചെയ്തൊക്കെ വെക്കും. അതാണ് എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ്. ഇനി ഇതേ ഈ 1400 പേര് ഒരേപോലെയുള്ള ആൾക്കാരാണ്. ഇതിൽ 700 പേരെ നമ്മൾ റാൻഡമായിട്ട് എടുത്തിട്ട് എക്സ്പെരിമെന്റിലാക്കും. 700 പേര് നമ്മൾ എന്താക്കും, ഒന്നും കൊടുക്കത്തില്ല. അവർ കൺട്രോൾ ഗ്രൂപ്പാണ്. ട്രീറ്റ്മെന്റ് ലഭിക്കാത്ത ഗ്രൂപ്പിനെയാണ് എന്തെന്ന് പറയാ, കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഡിസ്ക്രൈബ് ഹൗ പാർട്ടിസിപ്പന്റ് ആർ അലോക്കേറ്റഡ് ടു എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ്. ഒരു എക്സ്പെരിമെന്റൽ ഡിസൈനിൽ എങ്ങനെയാണ് എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിൽ ഉണ്ടാക്കിയെന്നുള്ള കറക്റ്റ് പറയും. എ കോമൺ മെത്തേഡ് ഇസ് കംപ്ലീറ്റ്ലി റാൻഡമൈസ്ഡ് ഡിസൈൻ where participants are assigned to groups at random. ഈ 1400 പേര് റാൻഡം ആയിട്ട് ഒരു 1400 ചിറ്റ് ചെയ്തിട്ട് ഒന്ന് എക്സ്പെരിമെന്റൽ 2 അങ്ങനെ റാൻഡം ആയിട്ട് അവരെ എന്താക്കും, പിടിക്കും. അതാണ് ഒരു മെത്തേഡ്. രണ്ടാമത്തതോ എ സെക്കൻഡ് മെത്തേഡ് ഓഫ് റാൻഡമൈസേഷൻ ബ്ലോക്ക് ഡിസൈൻ where participants are divided into homogeneous blocks. എക്സാമ്പിൾ ഏജ് ഗ്രൂപ്പ് ഈ ഹോമോജീനിയസ് ബ്ലോക്ക് ആക്കും. അതായത് എന്താ പറയാ, ആൺ പെൺ അല്ലെങ്കിൽ 15 വയസ്സിൽ താഴെ 15 വയസ്സിൽ മുകളിൽ, എന്നിട്ട് റാൻഡമായിട്ട് അതായത് 15 വയസ്സിൽ താഴെയുള്ള 10 പേരെ എക്സ്പെരിമെന്റിൽ 10 പേരെ കണ്ടു. അങ്ങനെ ഇതൊന്ന് റാൻഡമായിട്ട് ചുമ്മാ ഒന്നും ബ്ലോക്ക് ഒന്നും ആക്കാണ്ട് ഗ്രൂപ്പ് ആക്കും. രണ്ടാമത്തത് ബ്ലോക്ക് ആക്കിയ ശേഷം റാൻഡമായിട്ട് എക്സ്പെരിമെന്റിലാണ്ട് കൺട്രോൾ ആക്കും. ഇതാണ് ഒരു ക്യാരക്ടറിസ്റ്റിക്സ്. എന്താണ്, എങ്ങനെ പാർട്ടിസിപ്പന്റിനെ എക്സ്പെരിമെന്റിൽ റാൻഡമായിട്ട് എക്സ്പെരിമെന്റിലാക്കും. ഇത് കോമൺ ആയിട്ട് റാൻഡം ചെയ്യുക. രണ്ടാമത്തത് ബ്ലോക്ക് ആക്കിയ ശേഷം റാൻഡമൈസ് ചെയ്യുക. ഓക്കെ ആണോ? ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എക്സ്പെരിമെന്റൽ ഡിസൈൻ ഒന്ന് പറഞ്ഞേ, എല്ലാരും പറയണേ. ഇനി രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് minimize or eliminate confounding variables which can alternative explanation for the experimental result. കണ്ടോ, മിനിമൈസ് കൺഫൗണ്ടിങ് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീനിയസ് വേരിയബിളിന്റെ വേറെ ഒരു പേരാട്ടോ. അതായത് കെട്ട് പിണഞ്ഞ് കിടക്കുന്ന രീതിയിലുള്ള, അതായത് ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ കൂടെ തന്നെ ഇങ്ങനെ കെട്ട് പിണഞ്ഞ് കിടക്കുന്ന വേരിയബിളിനെയാണ് കൺഫൗണ്ടിങ് വേരിയബിൾ. അത് നമുക്ക് ആവശ്യമില്ലാത്തതാണ്. അപ്പൊ ഈ കൺഫൗണ്ടിങ് വേരിയബിളിനെ മിനിമൈസ് ചെയ്യാനോ എലിമിനേറ്റ് ചെയ്യാനോ പറ്റും ഏതില്, നമ്മുടെ എക്സ്പെരിമെന്റൽ ഡിസൈനെ കൊണ്ട്. പിന്നെ allow you to make inference about the relationship between independent variable and dependent variable. ഒരു എക്സ്പെരിമെന്റൽ ഡിസൈൻ നമുക്ക് ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിൾ തമ്മിലുള്ള കോസൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ബന്ധം, എന്തുകൊണ്ട് ഓൺലൈൻ വിദ്യാഭ്യാസം കാരണം മാനസിക സമ്മർദ്ദം കൂടുകയോ കുറയുകയോ ചെയ്യും, അല്ലെങ്കിൽ പിന്നെ ലോൺലിനെസ് കൂടുകയോ കുറയുകയോ ചെയ്യുമെന്ന് വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരാൻ എന്തിനെ കൊണ്ട് പറ്റും, നമ്മുടെ നല്ല റിസർച്ച് എക്സ്പെരിമെന്റൽ ഡിസൈനെ കൊണ്ട് പറ്റും. അപ്പൊ 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഒന്ന് എന്താണ്, നമുക്ക് പാർട്ടിസിപ്പന്റിനെ എങ്ങനെ റാൻഡമൈസ് ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെ വേർതിരിക്കുന്ന പറ്റും. രണ്ടാമത്തത് എന്താണ്, നമുക്ക് കൺഫൗണ്ടിങ് വേരിയബിൾസിനെ മിനിമൈസ് ചെയ്യാനോ എലിമിനേറ്റ് ചെയ്യാനോ പറ്റും. മൂന്നാമത്തത് ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ എക്സ്പെരിമെന്റൽ ഡിസൈനിൽ കൂടെ പറ്റും. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി ഡിസൈൻസ് ഓഫ് എക്സ്പെരിമെന്റ് ഇൻവോൾവ്സ്. ഇനി എക്സ്പെരിമെന്റ് ഡിസൈനിൽ എന്തൊക്കെയാണുള്ളത് നാട്ടോ, സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കും നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുക. ഫോക്കസ് ഓൺ ദ ഡിസൈൻ ഇറ്റ് സെൽഫ് റാദർ ദാൻ റിസൾട്ട്. ആ ഡിസൈൻ റിസൾട്ടിനെക്കാളും ഡിസൈനിൽ നന്നായിട്ട് ഫോക്കസ് ചെയ്യും. ഡിസൈനിൽ തന്നെ ഫോക്കസ് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടും. റിസൾട്ടിലല്ല ഫോക്കസ്, ഡിസൈനിലാണ് ഫോക്കസ്. ഡിസൈൻ നന്നായാൽ റിസൾട്ടും നന്നായിക്കോളും. Planning changes to independent variable and the effect of dependent variable to response variables. കണ്ടോ, ചേഞ്ച് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ചേഞ്ച് പ്ലാൻ ചെയ്ത്, അതായത് ഓൺലൈൻ വിദ്യാഭ്യാസം കൂട്ടി കൊടുക്കും കുറച്ചു കൊടുക്കും, അതായത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ചേഞ്ച് പ്ലാൻ ചെയ്യും. ആ ചേഞ്ച് കൊണ്ട് ഡിപെൻഡന്റിൽ ഉണ്ടാവുന്ന എഫക്ട് കൃത്യമായിട്ടും പഠിക്കാൻ വേണ്ടി പറ്റും. Ensuring results are varied, easily interpreted and definite. ഈ റിസൾട്ട് ഒക്കെ വാലിഡ് ആണ്, ഈസിലി ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഡെഫിനറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ ഉറപ്പുവരുത്താൻ പറ്റും എക്സ്പെരിമെന്റൽ ഡിസൈൻ. ഇനി എക്സ്പെരിമെന്റൽ ഡിസൈൻ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, ബിറ്റ്വീൻ സബ്ജക്റ്റും വിത്തിൻ സബ്ജക്റ്റും. അപ്പൊ എക്സ്പെരിമെന്റൽ ഡിസൈനിൽ എന്തൊക്കെയാണ്, സിസ്റ്റമാറ്റിക് ആയിട്ട് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും, ഡിസൈനിലാണ് ഫോക്കസ് കൊടുക്കുക, റിസൾട്ടിലല്ല. അതുപോലെ തന്നെ പിന്നെ ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ ചേഞ്ച് പ്ലാൻ ചെയ്യും, എന്നിട്ട് അത് കാരണം ഉണ്ടാവുന്ന എഫക്ട് ഓൺ ഡിപെൻഡന്റ് വേരിയബിൾ നമ്മൾ നോക്കുകയും ചെയ്യും. അതുപോലെ തന്നെ റിസൾട്ട് വാലിഡ് ആണ്, ഈസിലി ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഡെഫിനിറ്റി അതായത് ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റുന്നുണ്ടെന്നൊക്കെ എൻഷുർ ചെയ്യാനൊക്കെ എക്സ്പെരിമെന്റൽ ഡിസൈൻ കൊണ്ട് നമുക്ക് പറ്റും. 2 ടൈപ്പ് എക്സ്പെരിമെന്റൽ ഡിസൈൻ ആണുള്ളത്, ബിറ്റ്വീൻ സബ്ജക്ട് ഡിസൈനും
within subject design. Okay ആണോ? പറഞ്ഞേ. ഓക്കെ, അപ്പൊ ഇനി പറയാൻ പോകുന്നത് വിത്തിൻ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ബിറ്റ്വീൻ സബ്ജക്ട് ഡിസൈൻ. നോക്കിക്കേ, എക്സ്പെരിമെന്റൽ ഡിസൈനിന്റെ രണ്ട് ടൈപ്പ് ആണ്. ഏതൊക്കെ? ഒന്ന് ബിറ്റ്വീൻ സബ്ജക്ട് ഡിസൈനും രണ്ടാമത്തത് വിത്തിൻ സബ്ജക്ട് ഡിസൈനും കേട്ടോ. അപ്പൊ ഫസ്റ്റ് വൺ ആണ് ബിറ്റ്വീൻ സബ്ജക്ട് ഡിസൈൻ. ഓക്കെ, the between subject design refers to different people test each condition so that each person is fully exposed to single user interface. കണ്ടോ, ഒരു 100 പേരുണ്ട്, നമ്മൾ 4 ഗ്രൂപ്പാക്കി. 25-ന് ഒരു ഗ്രൂപ്പ്, 25-ന് അടുത്ത ഗ്രൂപ്പ്, 25-ന് അടുത്ത ഗ്രൂപ്പ്, 25-ന് അടുത്ത ഗ്രൂപ്പ്. ഓക്കെ, ഫസ്റ്റ് ഗ്രൂപ്പായിട്ട് ഇംഗ്ലീഷിന് ഓൺലൈൻ ആണ് കൊടുക്കുന്നത്, സെക്കൻഡ് ഗ്രൂപ്പാർക്ക് മാത്സിന് ഓൺലൈൻ ആണ്, തേർഡ് ഗ്രൂപ്പാർക്ക് ബയോളജിയുടെ ആണ്, ഫോർത്ത് ഗ്രൂപ്പാർക്ക് ഹിന്ദിയുടെ. ഇവര് ഈ 25 പേർക്ക് ഇംഗ്ലീഷ് മാത്രമേ കിട്ടുള്ളൂ, ഇവർക്ക് മാത്സ് മാത്രമേ കിട്ടുള്ളൂ, ഇവർക്ക് ബയോളജി മാത്രം. അതായത് ഓരോരുത്തർക്കും ഓരോന്ന് മാത്രമേ കിട്ടത്തുള്ളൂ, എല്ലാം കിട്ടത്തില്ല. അത്തരത്തിലുള്ള ഒരു അവസ്ഥയ്ക്കാണ് ബിറ്റ്വീൻ സബ്ജക്ട് ഡിസൈൻ. അതായത് different people test each condition so that each person is only exposed to a single user inference. അതായത് ഒരു മിനിറ്റ്, എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും കേട്ടോ. ഫോർ എക്സാമ്പിൾ, ഇൻ എ ബിറ്റ്വീൻ സബ്ജക്ട് ഡിസൈൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ എഫിക്കസി ഓഫ് 3 ഡിഫറെന്റ് ഡ്രഗ്സ്. നമ്മൾ 3 ഡ്രഗിനെ പറ്റി പഠിക്കാണ്. ഡിപ്രഷന്റെ one group of depressed individual would receive one of these drugs. A different group will receive another one of the drug and yet another group would receive the remaining drug. കണ്ടോ, 3 ഗ്രൂപ്പ് ഉണ്ട്, ഒരു 300 പേരുണ്ട്, 3 ഗ്രൂപ്പ്. എന്നിട്ട് 3 മെഡിസിൻ എടുത്തു. ആദ്യത്തെ ആൾക്ക് ഒരു മെഡിസിൻ, ഒന്നാമത്തെ മെഡിസിൻ, രണ്ടാമത്തെ ഗ്രൂപ്പിന് രണ്ടാമത്തെ മെഡിസിൻ, മൂന്നാമത്തെ ഗ്രൂപ്പിന് മൂന്നാമത്തെ മെഡിസിൻ. അതായത് ഈ ഓരോ ഗ്രൂപ്പിനും ഓരോ മെഡിസിൻസ് കിട്ടുള്ളൂ, 3ഉം കിട്ടത്തില്ല. അത്തരത്തിലുള്ളതാണ് എന്ത് ബിറ്റ്വീൻ സബ്ജക്ട് ഡിസൈൻ. ഓക്കെ ആണോ? ബിറ്റ്വീൻ സബ്ജക്ട് എന്താണെന്ന്, അതായത് ഓരോരുത്തർക്കും ഓരോ ട്രീറ്റ്മെന്റേ കിട്ടത്തുള്ളൂ. അതാണ് ബിറ്റ്വീൻ സബ്ജക്ട് ഡിസൈൻ. ഇനി ബിറ്റ്വീൻ സബ്ജക്ട് ഡിസൈനിൽ 3 ടൈപ്പാട്ടോ വരുന്നത്. റാൻഡമൈസ്ഡ് ഗ്രൂപ്പ് ഡിസൈനും, മാച്ച്ഡ് ഗ്രൂപ്പ് ഡിസൈനും, ഫാക്ടോറിയൽ ഡിസൈൻ. അപ്പോ ഞാൻ ഇന്ന് ഇത്രേ എടുക്കുന്നുള്ളൂ. നാളെ ഫ്രീ ക്ലാസ് ഉണ്ട്. നാളെ ഡിസൈനെ പറ്റിയിട്ട് നമ്മൾ വിശദമായിട്ട് പറയുന്നതാണ്. മാക്സിമം ലൈവ് തന്നെ കയറണം കേട്ടോ. ഇപ്പൊ 7:15 ഞാൻ ക്ലിനിക്കിൽ തന്നെയാണ്, വീട്ടിൽ പോകണം. നാളെ ഇച്ചിരി കൂടെ നേരത്തെ ആക്കാം, നാളെ ക്ലാസ് ഇല്ലല്ലോ, ഇച്ചിരി കൂടി നേരത്തെ ആക്കാം. അപ്പൊ നാളെ നല്ല ഫ്രഷ് ആയിട്ട് വരാം. നാളെ കാരണം ഇതൊന്നും നിങ്ങൾ കേൾവി പോലും ഇല്ലാത്തതായിരിക്കും. സോ നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ അടിപൊളി. കാരണം ഈ ഒരു ചാപ്റ്റർ ഒത്തിരി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരാനും ചാൻസ് ഉണ്ട്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പൊ ഫ്രീ ക്ലാസ് ആയിട്ട് നമ്മള് അനാലിസിസ് വരെ എടുക്കത്തുള്ളൂ കേട്ടോ. ബാക്കി റെഗുലർ ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക. അതായത് ഈ റിസർച്ച് ഡിസൈൻ ഫുള്ള് ഞാൻ എടുത്തരാം. ബാക്കി ഒത്തിരി ഉണ്ട്, അനാലിസിസ് ഓഫ് ഡാറ്റ ഒക്കെ റെഗുലർ ക്ലാസ് ആണ്. ക്ലാസ് ഫുള്ളി അവൈലബിൾ ആണ്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന്, നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ജോയിൻ ചെയ്യുക. ഫ്രീ റെഗുലർ ക്ലാസ് കൊണ്ട് അതൊക്കെ നല്ല എഫക്റ്റീവ് ആയിട്ട് ഔട്ട്സ്റ്റാൻഡിംഗ് മാർക്കിൽ തന്നെ പാസ്സാവാൻ പറ്റും. ഫുൾ നോട്ട്സും ക്ലാസ്സും ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ ഈ ഒരു സെഷൻ വാസ് എഫക്റ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവ്. നാളെ പുതിയൊരു ഫ്രീ ക്ലാസ്സുമായി നമ്മൾ വീണ്ടും കാണും. അതുവരെ ഇറ്റ്സ് മീ ആഫ അബ്ദുള്ള സൈനിങ് ഓഫ്. ബൈ ആൻഡ് ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്. റെക്കോർഡിങ്സ് തരാം കേട്ടോ. മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുള്ളൂ.